എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ് അവരവർ ചെയ്യുന്ന മേഖലയിൽ വിജയിക്കണമെന്നുള്ളത്. പക്ഷെ വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് ആഗ്രഹിക്കുന്ന വിജയം നേടാൻ വേണ്ടി സാധിക്കുന്നത്. വിജയത്തിന് ആദ്യം നമുക്ക് വേണ്ടുന്നത് സെൽഫ് ഇമാജിനേഷൻ ആണ്. നമ്മൾ ചെയ്യുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് നല്ല ആത്മവിശ്വാസം വേണം. ഒരു ദിവസം 1,00,000-ലധികം ചിന്തകൾ നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു. അതിൽ ഭൂരിഭാഗം ചിന്തകളും നാം കണ്ടതോ കേട്ടതോ അറിഞ്ഞതോ ആയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളാണ്. ആ ചിന്തകളുടെ സ്ഥാനത്ത് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ, നിങ്ങളുടെ ആഗ്രഹം എന്താണോ, അതുമായി ബന്ധപ്പെട്ട ചിന്തകളെ ബോധപൂർവം നാം നിറയ്ക്കുക. നമ്മളുടെ ചിന്തകൾക്ക് അസാമാന്യമായ കരുത്തുണ്ട്. ഏത് കാര്യം ചെയ്യുമ്പോഴും അപ്രതീക്ഷിതമായി പല തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും വരാം. അങ്ങനെ ഇനി മുന്നോട്ട് എന്തെന്നറിയാതെ വഴി തടസ്സപ്പെട്ട് നാം നിൽക്കുന്ന സമയത്ത് പുതിയ വഴികൾ തുറക്കാൻ ഈ ചിന്തകൾ നമ്മളെ സഹായിക്കും. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും, വിൽ പവർ വർദ്ധിക്കും. ഈ അടുത്ത സമയത്ത് ഞാനൊരു വിദ്യാർത്ഥിയെ പരിചയപ്പെട്ടു. ഡിഗ്രിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗവൺമെന്റ് ജോലി എന്നുള്ള സ്വപ്നവുമായി ബന്ധപ്പെട്ട് PSCക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. സംഭാഷണ മധ്യേ അദ്ദേഹം തന്നെ എന്നോട് പറയുകയാണ്, കിട്ടാൻ സാധ്യതയൊന്നുമില്ല, വളരെ പ്രയാസകരമാണ്, എന്നാലും താൻ പാതി ദൈവം പാതി എന്നല്ലേ, ഒന്ന് ശ്രമിച്ചു നോക്കാം. കുട്ടി ജനിക്കും മുമ്പേ മരിച്ചു എന്ന് സ്വയം വിധി എഴുതുന്ന പോലെ ഡോക്ടർ പറയാതെ നമ്മൾ തന്നെ തീരുമാനിക്കുകയാണ് കുഞ്ഞ് മരിച്ചതാണ്, ചാവിള്ളയാണ് പ്രസവിക്കാൻ പോകുന്നതെന്ന് നമ്മൾ തന്നെ അങ്ങ് തീരുമാനിക്കുകയാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അദ്ദേഹം പരീക്ഷ എഴുതിയിട്ടില്ല, പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതേ ഉള്ളൂ. ആ സമയത്ത് തന്നെ തോൽവി അദ്ദേഹം അംഗീകരിച്ചു കഴിഞ്ഞു. പോസിറ്റീവായിട്ടുള്ളൊരു ഭാവനയാണ് നാം ചെയ്യുന്ന കാര്യവുമായി വിജയത്തിന് വേണ്ടുന്നത്. നമ്മൾ അത് വിജയിക്കുമെന്ന് നാം നമ്മെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക. ആവർത്തിച്ച് ആ വിജയവുമായി ബന്ധപ്പെട്ട ചിന്തകൾ കൊണ്ടുവരിക. അത് വിജയത്തിന് സഹായിക്കുന്ന ചില ഘടകങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ വേണ്ടി സഹായിക്കും, നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. രണ്ടാമത് അവസരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഫൈൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അവസരങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. എന്റെയും നിങ്ങളുടെയും മുമ്പിൽ അവസരങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ശരിയായ അവസരമല്ല നാം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് പരാജയത്തിന് കാരണമാകും. ഒരു പോലീസുകാരനാവാൻ പറ്റുന്ന ആറ്റിറ്റ്യൂഡുള്ള വ്യക്തി, പോലീസുകാരനാവാൻ വേണ്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാ? ധൈര്യം വേണം, അല്പം കഷ്ടപ്പാടുകളൊക്കെ സഹിക്കാൻ, ശാരീരികമായും മാനസികമായും ചില ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കാനുള്ള തയ്യാറെടുപ്പ് വേണം, കുറ്റാന്വേഷണത്തിലെ ഒരു താല്പര്യം വേണം. ശരിയല്ലേ? അങ്ങനെ ഒക്കെ ഉള്ള ആളാണ് ഒരു പോലീസുകാരനാവേണ്ടത്. അതേ ആറ്റിറ്റ്യൂഡുള്ള വ്യക്തി അധ്യാപകനായാൽ എങ്ങനെ ഇരിക്കും? കുട്ടികളുടെ അടുത്ത് ബലം പിടിച്ചിട്ട് കാര്യമുണ്ടോ? കുട്ടികളുടെ അടുത്ത് കാർക്കശ്യഭാവമല്ല വേണ്ടുന്നത്. അവരുടെ അടുത്ത് സ്നേഹത്തോടെ അവരിൽ ഒരാളായിട്ട് അവരോടൊപ്പം നിന്ന് അവർക്ക് പ്രോത്സാഹനം കൊടുത്താണ്, അവർക്ക് മോട്ടിവേഷൻ കൊടുത്താണ്, അവർക്ക് സ്നേഹം കൊടുത്താണ് അവരെ തെറ്റുകളിൽ നിന്ന് ശരിയിലേക്ക് നാം എത്തിക്കേണ്ടത്. എന്നാൽ നേരെ തിരിച്ച് അധ്യാപകനാകാൻ ആറ്റിറ്റ്യൂഡുള്ള വ്യക്തി പോലീസുകാരനായാൽ എങ്ങനെ ഇരിക്കും? നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഉപദേശം കൊണ്ടൊന്നും കുറ്റവാളികൾ നന്നാവില്ല. അവിടെ അല്പം കാർക്കശ്യമാണ് ആവശ്യം. അവിടെ അധ്യാപകന്റെ മനോഭാവമുള്ള ആളല്ല പോലീസുകാരനായിട്ട് വരേണ്ടത്. ഇത് ജോലിയുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, നാം ചെയ്യുന്ന ബിസിനസ്സിനകത്ത് ഇത് തന്നെയാണ് നിയമം. അതായത് ബിസിനസ് പല സ്വഭാവമുണ്ട്. ഓരോ ബിസിനസ്സിനും ഓരോ സ്വഭാവമാണ്. നിങ്ങളൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്ന രീതി അല്ല ഒരു ജുവല്ലറി ബിസിനസ്സിൽ വേണ്ടുന്നത്. അതേപോലെ തന്നെ ഒരു ഹാർഡ്വെയർ കട നടത്തുന്ന ആൾക്ക് വേണ്ടുന്ന സ്കില്ല് വേറെ വേറെ തരത്തിലുള്ള സ്കില്ലുകളാണ്. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ബിസിനസ്, ആ അവസരം, അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവത്തിന്, നിങ്ങളുടെ മനോഭാവത്തിനൊക്കെ ചേരുന്നതാണോ എന്ന് നോക്കണം. നിങ്ങളുടെ സാഹചര്യത്തിന് അനുകൂലമാണോ എന്ന് നോക്കണം. ചില ബിസിനസ്സിന് ഫാമിലിയുടെ സപ്പോർട്ട് ആവശ്യമാണ്. അതേപോലെ തന്നെ സാമ്പത്തികം, നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ആഗ്രഹിക്കുന്ന ആ അവസരവുമായി നിങ്ങളുടെ സാമ്പത്തികം യോജിക്കുന്നുണ്ടോ? അങ്ങനെ നമ്മളുടെ സാഹചര്യത്തിന്, നമ്മളുടെ കഴിവിന് യോജിക്കുന്ന അവസരം നമുക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് ശരിയായ വിജയം നേടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. തെറ്റായിട്ടുള്ള അവസരത്തിലാണ് പോകുന്നതെങ്കിൽ ആ അവസരം നല്ലതായിരിക്കും, പക്ഷെ അത് നമുക്ക് അനുയോജ്യമല്ലെങ്കിൽ ഉറപ്പായി പരാജയം നമ്മളെ തേടി വരും. ഈ രണ്ട് കാര്യങ്ങൾ ഒത്തുവന്നു കഴിഞ്ഞാൽ മൂന്നാമത് ആക്ഷനാണ്. പലർക്കും ഇല്ലാത്തതും അതാണ്. പലർക്കും നല്ല അവസരങ്ങൾ കിട്ടുന്നുണ്ട്, അവർക്ക് ആഗ്രഹങ്ങളുമുണ്ട്, പക്ഷേ ആക്ഷൻ ഇല്ല. ആ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള പ്രവൃത്തി അവരുടെ ഭാഗത്തു നിന്ന് വരുന്നില്ല. എങ്ങനെയുള്ള പ്രവൃത്തിയാണ് വരേണ്ടത്? ക്രിയേറ്റിവിറ്റി വേണം. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങളുടേതായ ഒരു സംഭാവന വേണം. ഉറപ്പായിട്ട് ആ തൊഴിൽദാതാവ് അവിടെ ഏതെങ്കിലും ഒരു സ്റ്റാഫിനെ ഒഴിവാക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിലും നിങ്ങളുടെ പേര് പരിഗണിക്കുകയില്ല. അവസാനമേ നിങ്ങളുടെ പേര് പരിഗണിക്കൂ. കാരണം നിങ്ങൾ അവിടെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നു, അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നു. ഇത് തന്നെയാണ് ബിസിനസ്സിലും. നമുക്ക് നമ്മളുടേതായ ഒരു കാഴ്ചപ്പാട് വേണം. ഈ നാട്ടിൽ നിങ്ങൾ ആരംഭിക്കുന്ന ഏത് ബിസിനസ്സും നിങ്ങളെക്കാൾ മുമ്പേ ഇവിടെ സമർത്ഥമായിട്ട് ചെയ്യുന്ന നിരവധി ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ബിസിനസ് തുടങ്ങുന്നത്? അതിനെപ്പറ്റി നിങ്ങൾക്കൊരു ധാരണ വേണം. എന്താണ് നിങ്ങളുടെ ബിസിനസിന്റെ ഉദ്ദേശം? ഈ സമൂഹത്തിന് നിങ്ങൾ ഈ ബിസിനസ്സിലൂടെ കൊടുക്കാൻ പോകുന്ന സന്ദേശം എന്താണ്? ആ ഒരു വൈ ഫാക്ടർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രമേ നിങ്ങളുടെ ബിസിനസ് വിജയിക്കൂ.
ബാക്കിയുള്ള ബിസിനസ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു സംഭാവന നിങ്ങൾ തുടങ്ങുന്ന ബിസിനസ് സംരംഭത്തിന് വേണം. ഈ നിയമങ്ങളെല്ലാം നിങ്ങൾ പാലിച്ചാൽ ഉറപ്പായിട്ട് റിസൾട്ട് നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. റിസൾട്ട് രണ്ടു തരത്തിലാണ് വരുന്നത്. ഒന്നുകിൽ സക്സസ് ആയിരിക്കും, അല്ലെങ്കിൽ ഫെയിലർ ആയിരിക്കും. പരാജയത്തെയും വിജയത്തെ പോലെ തന്നെ കാണാൻ വേണ്ടി നാം പഠിക്കണം. കാരണം പരാജയത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പരാജയം വരുമ്പോൾ നമ്മുടെ മനസ്സ് മടുക്കും, നമ്മുടെ പ്രവർത്തികൾ അവസാനിക്കും. ഒരിക്കലും പാടില്ല. പരാജയമാണ് നമ്മളെ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. പരാജയം എന്ന് വിളിക്കാൻ പോലും പാടില്ല. പരാജയത്തെ എക്സ്പീരിയൻസ് ആയി മാത്രം കാണുക, അനുഭവങ്ങളായി മാത്രം കാണുക. എന്തൊക്കെയാണോ ആ പരാജയത്തിലേക്ക് നയിച്ച കാരണങ്ങൾ, ആ കാരണങ്ങളെ മാത്രം തിരുത്തുക. പ്രവൃത്തി എന്ത് ചെയ്യുക? വീണ്ടും തുടങ്ങുക. കൺസിസ്റ്റൻസി വേണം. ഇടയ്ക്ക് വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകരുത്. ഫോക്കസ് ചെയ്ത് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിൽ വേറെ ഐഡിയ വരാം. ഉടനെ അത് ഉപേക്ഷിക്കരുത്, പെട്ടെന്ന് കിറ്റ് ചെയ്യരുത്. പരമാവധി നമ്മൾ അത് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി നിങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് മേഖലയിലായാലും നിങ്ങൾ ഒരു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാതിരിക്കാൻ സാധിക്കില്ല. വിജയത്തിന് നിങ്ങളെ തേടി വരാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല. മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.